നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു CPM പ്രവർത്തകയാണ് PP ദിവ്യ. AD നവീൻ ബാബുവിന്റെ അവിടെ നടന്ന ഒരു പരിപാടിയിൽ, പത്തനംതിട്ടയിൽ നടന്ന പരിപാടിയിൽ ക്ഷണിക്കാതെ PP ദിവ്യ വന്ന് കയറുകയും പൊതുമധ്യത്തിൽ വെച്ച് നവീൻ ബാബുവിനെ അപമാനിക്കുകയുമാണ് ചെയ്തത്. ഒരു തരത്തിലും അഴിമതി കാണിക്കാത്ത അല്ലെങ്കിൽ അഴിമതിയുടെ കര പുറത്താത്ത ഒരു വ്യക്തിയാണ് നവീൻ ബാബു എന്നത് സംസ്ഥാന സർക്കാർ മാത്രമല്ല നവീൻ ബാബുവിന്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ കരുതിക്കൂട്ടി PP ദിവ്യ എന്ന CPM പ്രവർത്തക നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചു. അതിന്റെ പിന്നിൽ പലതരത്തിലുമുള്ള നീക്കങ്ങളുണ്ടായിരുന്നു. അതായത് നവീൻ ബാബുവിനെ പലതരത്തിലും പൈസ കൊടുത്തും അങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടും നവീൻ ബാബു അതിനൊന്നും വഴങ്ങിയില്ല. നേരായ വഴിയിലൂടെ നവീൻ ബാബു പോയി. പക്ഷേ PP ദിവ്യയെ എന്താണോ വിചാരിച്ചത് അതൊന്നും നടക്കാതെ വന്നതോടുകൂടിയാണ് പൊതുമധ്യത്തിൽ വെച്ച് തന്നെ നവീൻ ബാബുവിനെ അപമാനിക്കാം എന്നുള്ള ഒരു തിരക്കഥ PP ദിവ്യ അവിടെ രൂപപ്പെടുത്തിയത്. അങ്ങനെയാണ് അവസാനം പൊതുമധ്യത്തിൽ വെച്ച് സ്വയം അപമാനിതനായി അദ്ദേഹം ജീവൻ തന്നെ ഉപേക്ഷിക്കാൻ, അതായത് അദ്ദേഹം ആത്മഹത്യയിലേക്ക് ചെന്നെത്തിയത്. അങ്ങനെ വലിയ രീതിയിലുള്ള സമരങ്ങൾ, അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളടക്കം ഈ PP ദിവ്യക്കെതിരെ ജനങ്ങൾ ഉന്നയിച്ചു. അതിന്റെ ഒരു പരിണാമമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം CPMന് കണ്ണൂരിൽ കാല് ഇടറുന്ന ഒരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത്. നിലവിൽ CPMൽ നിന്നും, അതായത് പാർട്ടിയിൽ നിന്നടക്കം PP ദിവ്യയെ പടിപടിയായി CPM അകറ്റി നിർത്തുന്നു. ഒരു പരിപാടിയിലും, അതായത് കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ഒരു പരിപാടിയിലും, പഞ്ചായത്തിൽ നടത്തുന്ന ഒരു പരിപാടിയിലും ഒന്നും PP ദിവ്യയെ CPM പങ്കെടുപ്പിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ PP ദിവ്യയ്ക്ക് തന്നെ മനസ്സിലായി പാർട്ടി അനൗദ്യോഗികമായെങ്കിലും PP ദിവ്യയെ കൈയൊഴിയുന്നു, പടിപടിയായി പാർട്ടിയിൽ നിന്നും അകറ്റി നിർത്തുന്നു എന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അധികാരം വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനം വേണം, അത് മോഹിച്ചുകൊണ്ടാണ് PP ദിവ്യ ഇപ്പോൾ BJP നേതാക്കളുമായി ഒരു ചർച്ച നടത്താനായിട്ട് ഒരു നീക്കം നടത്തിയത്. അങ്ങനെ ഒരു വാർത്ത സുപ്രഭാതം എന്ന പത്രമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സുപ്രഭാതത്തിന്റെ കണ്ണൂർ ബ്യൂറോ ചീഫായ സുരേഷ് മമ്പള്ളിയാണ് വാർത്ത തയ്യാറാക്കിയത്. വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ഇനിയൊരു തിരിച്ചു പോകില്ല എന്ന തിരിച്ചറിവിലാണ് കളം മാറാനുള്ള ദിവ്യയുടെ നീക്കമെന്ന് അറിയുന്നുവെന്നാണ് വാർത്തയിൽ പറയുന്നത്. PP ദിവ്യയുടെ പ്രതികരണവും ഇതിനോടൊപ്പം നൽകുന്നുണ്ട്. പലരും വന്ന് കാണാറുണ്ട്, തത്കാലം ഇങ്ങോട്ടുമില്ല എന്നാണ് വാർത്തയ്ക്കൊപ്പമുള്ള പ്രതികരണം. വാർത്ത വന്നതിന് പിന്നാലെ നാട്ടിൽ 10 പേർ പോലും വായിക്കാത്ത ഒരു പത്രത്തിന് പ്രചാരണം കിട്ടാൻ ചീഫ് എഡിറ്ററുടെ കിടിലൻ ഓപ്പറേഷൻ എന്ന പരിഹസിച്ചാണ് PP ദിവ്യ പോസ്റ്റ് ഇട്ടത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് PP ദിവ്യയെ ഒഴിവാക്കിയത് 2 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിലാണ് നടപടി സ്വീകരിച്ചത്. PP ദിവ്യ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഒഴിവാക്കൽ നടപടി എന്നാണ് വിശദീകരണമെന്നാണ് PP ദിവ്യയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ടെങ്കിലും CPM PP ദിവ്യയെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. എന്നാൽ പാർട്ടിക്ക് നിരക്കാത്ത പ്രവർത്തന ശൈലി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി PP ദിവ്യയെക്കുറിച്ച് പരാതി ഉണ്ടായിരുന്നു. മാത്രമല്ല ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലാണ് PP ദിവ്യ ഇപ്പോൾ. കൂടാതെ കൊല്ലത്തെ വിഭാഗീയതയുടെ പേരിൽ CPM സംസ്ഥാന സമിതിയിൽ നിന്ന് സൂസൻ എന്ന പാർട്ടി പ്രവർത്തകയും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാർട്ടി നടപടി നേരിട്ട 2 പേരെയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിർത്തപ്പെട്ടിരുന്നു. അങ്ങനെ ഈ തീരുമാനത്തിലെല്ലാം PP ദിവ്യ ഇതിൽ നിരാശയായിരുന്നുവെന്നാണ് സൂചന. ഇതിനിടയിലാണ് PP ദിവ്യ BJPയിലേക്ക് പോകുന്നുവെന്നും നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന രീതിയിൽ വാർത്തകൾ വന്നത്. സുപ്രഭാതം പത്രത്തിൽ ജില്ലാ നേതൃത്വവുമായി ചർച്ച നടത്തി PP ദിവ്യ BJPയിലേക്കോ എന്ന തലക്കെട്ടോടെയായിരുന്നു ആ പത്രം ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. PP ദിവ്യയെ CPM കൈയൊഴിഞ്ഞുവെന്നും തുടർന്ന് BJPയിലേക്ക് പോകുന്നുവെന്നുമാണ് വാർത്ത. PP ദിവ്യയുടെ പ്രതികരണവും ചേർത്തിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ വിവിധ പാർട്ടി നേതാക്കൾ തന്നെ വന്ന് കാണാറും വിളിക്കാറുമുണ്ടെന്നാണ് PP ദിവ്യ അവകാശവാദം പറഞ്ഞത്. BJP നേതാക്കൾ മാത്രമല്ല, കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളുമായും നല്ല സൗഹൃദമുണ്ട്. കേസ് നടത്തിപ്പിനുള്ള സഹായം വരെ പല നേതാക്കളും വാഗ്ദാനം ചെയ്തു. CPM അംഗം എന്ന നിലയിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ തത്കാലം ആഗ്രഹിക്കുന്നില്ല എന്നാണ് PP ദിവ്യ ഇപ്പോൾ പറയുന്നത്. പാർട്ടി പൂർണ്ണമായും കൈയൊഴിഞ്ഞുവെന്നും ബോധ്യമായാൽ മാത്രം മറ്റു വഴികൾ ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തനിക്ക് മുന്നിലുള്ളത് ഹൈക്കോടതിയിൽ നടക്കുന്ന കേസും കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളുമാണെന്ന് ദിവ്യ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PP ദിവ്യയ്ക്ക് മത്സരിക്കണമെന്ന്, അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സീറ്റ് വേണമെന്ന് PP ദിവ്യ പാർട്ടിയോട് ആവശ്യപ്പെട്ടുവെങ്കിലും പാർട്ടി ഇത് അപ്പോൾ തന്നെ നിരസിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടില്ല എന്ന ബോധ്യമായതോടുകൂടിയാണ് PP ദിവ്യ BJP നേതാക്കളുമായി ഒരു ആശയവിനിമയം നടത്തിയത് എന്ന ഒരു വാർത്തകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്.